എല്ലാവർക്കും ഒരു നിമിഷം എണീറ്റ് പ്രാർത്ഥിച്ച് ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥ, എന്നെ നിനക്കു അർപ്പിപ്പാനും കൃപ ചെയ്യ ആത്മശരീരമനസ്സുകൾ എന്നോട് തിരുമുൽ കാഴ്ചകൾ അൻപോടു ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പരിശുദ്ധ പരുവല്ല തിരുമേനിയുടെ 119 ശ്രേഷ്ഠമായ ഓർമ്മ പെരുന്നാളിലേക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ ധ്യാനം ഞങ്ങളെല്ലാവരെയും ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ക്രിസ്തു സാന്നിധ്യം സജീവമായി അനുഭവിപ്പാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. എല്ലാവർക്കും ശാന്തമായിരിക്കും. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപനും സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തായും വ്യക്തിപരമായി എനിക്ക് സ്നേഹവും ആദരവുമുള്ള ഡോക്ടർ തോമസ് മാർ അഥാനാസ്യൂസ് മെത്രാപ്പൊലീത്ത തിരുമേനി, അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ പ്രസിഡൻറ്റും സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പൊലീത്തായും എൻ്റെ ഇളയ സഹോദരനുമായ അഭിവന്യ ഏബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഒരുപാട് പ്രിയങ്കരനായ ജോൺ വർഗീസ് അച്ഛൻ, ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛൻ, പരിമല സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട MC കുറിയാക്കോസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൂരെയും ചാരിയും ഓൺലൈനിലുമായി ഈ ധ്യാനയോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, വാത്സല്യമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ ബലഹീനനായി ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ധ്യാനയോഗത്തിന് 1 മണിക്കൂറാണെങ്കിലും അല്പം സമയം വൈകിയാണ്, നമ്മുടെ ട്രെയിൻ ലേറ്റായിട്ടാണ് ഓടുന്നത്. അതുകൊണ്ട് വാക്കുകൾ വളരെ അളന്ന് ചുരുക്കി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്ദനായ എപ്പിഫാനിയോസ് തിരുമേനി ഓർപ്പിച്ചതുപോലെ കോവിഡ് കാലത്തിൻ്റെ ഒരു സമാപ്തിയിലേക്ക് ദൈവം അനുവദിച്ചാൽ നാം എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനയോഗത്തിൽ ഈ കോവിഡിൻ്റെ കാലയളവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ധ്യാനത്തിനും പഠനത്തിനും മനനത്തിനും ചിന്തയ്ക്കുമായി എടുക്കാം എന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. തീർച്ചയായിട്ടും ധ്യാനമെന്ന് പറയുമ്പോൾ അതൊരു ആത്മീക അഭ്യാസമാണ്. കർത്തൃസന്നിധിയിൽ
ഇരുന്നു കൊണ്ട് വേദത്തിൽ നിന്ന് ആഴമായ ചിന്തകൾ ധ്യാനപരമായി എടുത്തുകൊണ്ട് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്ന, നമ്മിൽ അഭിമന്യ അത്താനാസ്യോസ് തിരുമേനി പറഞ്ഞതുപോലെ ക്രിസ്തു സാന്നിധ്യവും പരിവർത്തനവും ഉളവാക്കുന്ന ഒരു വലിയ അനുഭവമായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം ലഭിക്കുകയാണ്. ഒരു പുതിയ ഇൻസൈറ്റ്, ബോധ്യങ്ങൾ നമ്മിലേക്ക് വരികയാണ്. യഥാർത്ഥ പാപമോചനം അതിന് വേണ്ടതായ പാപബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു ധ്യാനം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ഇത് ഒരനുഭവമായി തീരണം എന്നാമുഖമായി ഒറ്റ വാക്ക് പറയുകയാണ്. ദൈവത്തിൻ്റെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ചിന്തയ്ക്കായി, ധ്യാനത്തിനായി എടുക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to Saint Mark, chapter 5, verses 25 to 34. ഇവിടെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു അനുഭവം മർക്കോസ് എവൻഗേലിയോസ്ത വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുകയാണ്. ഈ സംഭവം തന്നെ സമവീക്ഷണ സുവിശേഷകന്മാർ നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലും ഈ സംഭവം വളരെ സംക്ഷിപ്തമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മർക്കോസ് എവൻഗേലിയോസ്തയാണ് വളരെ വിശദമായി ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ പ്രത്യേക ഭാഗം ഇന്ന് ചിന്തിക്കാമെന്ന് കണ്ടത് തീർച്ചയായിട്ടും ഈ കോവിഡിൻ്റെ പാൻഡമിക് പശ്ചാത്തലത്തിലാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചാണ് നാമും ഇന്ന് ചിന്തിക്കുന്നത്. ഈ വേദത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ഇൻ്റർപോലേറ്റഡ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. അതായത് മറ്റൊരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സംഭവമാണ്. മർക്കോസ് എവൻഗേലിയോസ്ത 5-ാം അധ്യായത്തിൽ ഒരു സുന്നഹദോസ് പ്രമാണിയുടെ മകളെ സൗഖ്യമാക്കുവാൻ കർത്താവിനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭമാണ് നാം കാണുന്നത്. ആ കർത്താവ് ഈ സംഘാലയ പ്രമാണിയുടെ ഭവനത്തിലേക്ക് മകളെ സൗഖ്യമാക്കാനായിട്ട് ശിഷ്യസമേതം പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു നടക്കുന്ന ഒരു അനുഭവമായിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഇൻ്റർപൊലേറ്റീവ്, മറ്റൊരു സംഭവത്തിൻ്റെ ഇടയ്ക്കുള്ള മറ്റൊരു സംഭവം. യായിറോസ് എന്ന് പറയുന്ന സംഘാലയ പ്രമാണിയുടെ മകളെ സൗഖ്യമാക്കാനായിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഏതോ ഒരു രക്തസ്രാവക്കാരി കർത്താവിനെ സമീപിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്കുള്ള മറ്റൊരു സംഭവമായിട്ടാണ് മർക്കോസ് എവൻഗേലിയോസ്ത ഈ സംഭവത്തെ വിശദമാക്കുന്നത്. രണ്ടാമത് ആമുഖമായിട്ട് പറയാനുള്ളത് യേശു തമ്പുരാൻ്റെ ട്രൈഫോൾഡ് മിനിസ്ട്രി എന്ന് ഞാൻ പറയുമ്പോൾ പഠിപ്പിക്കുക, പ്രസംഗിക്കുക,
സമാശ്വസിപ്പിക്കുക എന്നുള്ള ത്രിവിധമായ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും ഉദാത്തമായ ഒരു വലിയ സംഭവമാണ് ഇത്. കാരണം രക്തസ്രാവക്കാരി ആ സ്ത്രീക്ക് ആത്മശരീര മനസ്സുകൾക്ക് ഒരു പുതിയ സമാശ്വാസം കർത്താവ് നൽകുകയാണ്. തീർച്ചയായിട്ടും ഇത് കോവിഡിൻ്റെ സന്ദർഭത്തിൽ ഇന്ന് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെട്ട അനേകര് വേദനിക്കുന്നുണ്ട്. പാൻഡമിക്കായിട്ട് ഉള്ള അനുഭവത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാതെ രോഗത്തിലും ദുഃഖത്തിലും ആവലാതിയിലും ഉൾപ്പെടുന്ന അനേകർക്ക് സമാശ്വാസമായി യേശു തമ്പുരാൻ അവതരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മർക്കോസ് എവൻഗേലിയോസ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് സമാശ്വാസത്തിൻ്റെ പ്രവാചകൻ യേശു തമ്പുരാനെ മൊബൈൽ ഡോക്ടർ, മൊബൈൽ ഹോസ്പിറ്റൽ എന്ന് വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. മരുന്നുമായി രോഗികളുടെ മധ്യത്തിലേക്ക്, വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് സമാശ്വാസമായി ദൈവിക മരുന്നായി ഇറങ്ങിച്ചെല്ലുന്ന ഡോക്ടർ, ഹോസ്പിറ്റൽ. ഈ ഒരു വീക്ഷണം യേശുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സംഭവം നമ്മെ ഈ കോവിഡിൻ്റെ കാലയളവിലും വേദനയിലും വിഷമത്തിലും പ്രയാസത്തിലും ആകുലതയിലും അലഞ്ഞ് ജീവിക്കുന്ന, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ശക്തമായ പ്രാർത്ഥനാ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന എപ്പോഴപ്പെട്ടവർക്കും ഈ ധ്യാനം, ഈ വചനങ്ങൾ ആശ്വാസത്തിന് മുഖാന്തരമാവട്ടെ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. മലങ്കര സഭയെ നയിച്ച് മലങ്കര സഭയുടെ സന്യാസ ഋഷിവര്യനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് ബാവ തിരുമേനിയുടെ 100ാം ജന്മദിനം കൂടെ ഇന്നാണ്. സാധാരണ രീതിയിൽ കാലം ചെയ്തു കഴിഞ്ഞാൽ ജന്മദിനം നാം കൊണ്ടാടാറില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. എങ്കിലും എന്നെ മദ്ബഹായിൽ പ്രവേശിച്ച് കൈവപ്പ് മുതൽ മെത്രാപ്പോലീത്ത സ്ഥാനം വരെ തന്ന് എന്നെ അനുഗ്രഹിച്ച് വഴി നടത്തി വളർത്തി എൻ്റെ ഗുരുവും വന്യപിതാവുമാകുന്ന പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനിയുടെ 100ാം ജന്മദിനമാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 100ാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അതുകൊണ്ട് ആ പരിശുദ്ധൻ്റെ ദീപ്തമായ പ്രാർത്ഥനയിൽ, മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പരിമല തിരുമേനിയുടെ സ്വർഗീയ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ചില ധ്യാന ചിന്തകളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സമയത്തിൻ്റെ ദുർലഭത നിമിത്തം കമ്പി വാക്കുകളിൽ 9 ആശയങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വേദഭാഗം, അതിൻ്റെ ധ്യാനം പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗം നമ്മളൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ സംഭവം പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. യേശു തമ്പുരാൻ യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുവാനായിട്ട് അവൻ്റെ ഭവനത്തിലേക്ക് ശിഷ്യസമേതം പോകുമ്പോൾ വഴിയിൽ വെച്ച് ഏതോ പേരില്ല ഏതോ ഒരു സ്ത്രീ, രക്തസ്രാവക്കാരി, അവളുടെ ഈ എയിൽമെൻ്റ് മൂലം സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തിലും അപജയത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന ഈ മഹിള കർത്താവിൻ്റെ പിന്നിൽ കൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തെ തൊടുകയാണ്. യേശുവിൽ നിന്ന് ദിവ്യമായ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി ഈ സ്ത്രീയിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്.
തൻ്റെ ശരീരത്തിൽ രോഗം സൗഖ്യമായി എന്ന് ഈ സ്ത്രീ അറിയുന്നു. കർത്താവ് തിരിഞ്ഞു ചോദിക്കുന്നു, എന്നെ തൊട്ടതാര്? അപ്പം ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്നു, ആളുകൾ നിന്നെ തിക്കിത്തിരക്കുന്നു, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി തിക്കിത്തിരക്കുന്നതിൻ്റെ നടുക്ക് ആരാണെന്നെ തൊട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അബദ്ധമായൊരു ചോദ്യമാണ്. അല്ല, സ്പെസിഫിക്കലി എന്നിൽ നിന്ന് ശക്തി ആരിലേക്കോ ഒഴുകിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് യേശു അറിയിക്കുകയാണ്. സ്ത്രീ ഭയപ്പെട്ടു വന്ന് യേശുവിൻ്റെ പാദാന്തികത്തിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു നിൽക്കുന്നു. മകളെ, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞ് അവളെ യാത്രയയക്കുന്നു. യേശു പിന്നീട് യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയത്തിൻ്റെ സംഭവം. 9 ആശയങ്ങൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്തുകയാണ്. ഒന്നാമത്തെ ആശയം, ദ ലൈഫ് കണ്ടീഷൻസ് ഓഫ് ദ വുമൺ വിത്ത് ഹെമറേജ്. ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ഒരു പശ്ചാത്തലം നാം അറിയണം. ലൈഫ് കണ്ടീഷൻ, അവരുടെ ജീവിത സാഹചര്യം. 3 കാര്യങ്ങളാണ് എനിക്ക് ആ ആശയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, അനേക സംവത്സരമായി അതികഠിനമായ രക്തസ്രവത്താൽ തൻ്റെ സൗന്ദര്യവും ആരോഗ്യവും ധനവും കുടുംബ ബന്ധങ്ങളും സമൂഹത്തിലെ ബന്ധങ്ങളും അറ്റുപോയി രോഗാതുരയായ ഒരു സ്ത്രീ. ഈ ഒരു ചിത്രമാണ് അവളെക്കുറിച്ച്. അവൾ അധികം പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേദപുസ്തകം വായിക്കുമ്പോൾ. ഒരുപക്ഷെ 40 ഇൻ ബിറ്റ്വീൻ 40 and 30 എന്നാണ് ഞാനത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ച. ഇങ്ങനെയുള്ളൊരു സ്ത്രീ, ഇതാണ് അവളുടെ ചിത്രം ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആരോഗ്യവും സൗന്ദര്യവും പണവും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട് വളരെ രോഗാതുരയായ ഒരു സ്ത്രീ. നമ്പർ 2, അവൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബ്രേക്ക് ചെയ്യപ്പെട്ടവരാണ്. ബ്രോക്കൺ ഇൻ ബോഡി, ബ്രോക്കൺ ഇൻ മൈൻഡ്, ബ്രോക്കൺ ഇൻ സോൾ. ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ഭൗതികാർത്ഥത്തിൽ മുറിയുക എന്നല്ല, ശരീരം മുറിക്കപ്പെട്ട് മനസ്സ് മുറിവേറ്റ് ആത്മാവും മുറിവേറ്റ ഒരു സ്ത്രീ. ആബ്സല്യൂട്ട്ലി ഡിപ്രസ്ഡ്, പൂർണ്ണമായും നിരാശ നിറഞ്ഞ ഒരു സ്ത്രീയാണ്. കാരണം അന്നത്തെ കാലത്തെ പ്രഗത്ഭരായ ഭിക്ഷുക്കന്മാരുടെ അടുത്ത്, ഒരുപക്ഷെ അന്നത്തെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ അവൾ പോയി കാണും. അന്ന് അറിയപ്പെടുന്ന എല്ലാ ഭിക്ഷുക്കന്മാരുടെയും സ്ത്രീ സഹജമായ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി. പണമെല്ലാം വ്യയം ചെയ്തു. നോ ഹോപ്പ്. രോഗം സൗഖ്യമാക്കുവാൻ ഒരു ഡോക്ടർമാർക്കും സാധിച്ചു. ഷീ ലോസ്റ്റ് ഓൾ ഹെർ ഹോപ്പ്. ഇനിയും സൗഖ്യമാകുമോ എന്ന് അവൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇപ്പം പ്രതീക്ഷയറ്റ്, പ്രത്യാശയറ്റ്, പൂർണ്ണമായും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തകർന്ന് ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇവൾ പ്രതിനിധീകരിക്കുന്നത്. മൂന്നാമത്, she was unclean, outcast and junk in family and religious circles. അന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ജൂയിഷ് സോഷ്യോ റിലീജിയൻ
കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ടവളാണ്, പരിത്യജിക്കപ്പെട്ടവളാണ്, അശുദ്ധയാണ്, ജങ്കാണ്. ജങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ചവിറ്റുകൊട്ടെ തള്ളേണ്ട സാധനത്തിനാണ് ജഗ് ആർട്ടിക്കിൾസ് എന്ന് പറയും. ഇപ്പം ചവിറ്റുകൊട്ടെ കളയേണ്ട കുടുംബ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൻ്റെ സർക്കിളിലേക്ക് പ്രവേശിക്കുവാൻ വയ്യാതെ സമൂഹത്തിൽ നിന്ന് പരിത്യാജ്യയായി എല്ലാവരാലും തള്ളപ്പെട്ട് അന്നത്തെ ജൂയിഷ് റിലീജിയൻ്റെ മതപരവും സാമൂഹികവുമായ സർക്കിളിൽ ഇങ്ങനെ അശുദ്ധയായ കണ്ടിന്യൂസ് ആയിട്ട് രക്തസ്രവമുള്ള ഈ സ്ത്രീയെ ആരും അവിടെങ്ങും കയറ്റത്തില്ല. ടോട്ടലി അൺക്ലീൻ, ഔട്ട്കാസ്റ്റ് ആൻഡ് ജങ്ക്, നോട്ട് ഓൺലി ഇൻ ഫാമിലി റിലേഷൻസ് ബട്ട് ഓൾസോ in social society relations. So this is the clear picture of that woman. ഇങ്ങനെയുള്ളൊരു സ്ത്രീയാണ് യേശുവിൻ്റെ മുൻപിലേക്ക് വരുന്നത്. ഇത് ഒരുപക്ഷെ നമ്മുടെയും ധ്യാന ചിന്തയാവണം. ഈ സ്ത്രീയെക്കുറിച്ചെന്ന് ഇത്രയും കേട്ടിട്ട് പോകാനല്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ത്യജിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, സമൂഹത്തിൻ്റെ ഡൗൺ ട്രോഡൻ, ഔട്ട്കാസ്റ്റ്, ഇങ്ങനെയുള്ള അനേകരുണ്ട്. അത് സാമ്പത്തികവും സാമൂഹികവും എല്ലാ തലങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട അനേകരിന്ന് സമൂഹത്തിലുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ലോകമാസകലം ഇന്ന് വളരെ വേദനയുടെ നടുവിലാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും തകർക്കപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, സാമൂഹ്യ ബന്ധങ്ങളുടെ മേഖല, ഇൻഡസ്ട്രി, ഇൻ ഓൾ ഡയമെൻഷൻസ് the world totally is broken, degraded. ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരാഗോള സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഈ സ്ത്രീയെ പോലെ പ്രതീക്ഷ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു. ഗൾഫിലൊക്കെ ഉള്ളവർക്കെല്ലാം ജോലി പോയി, മിക്കവാറും പേർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് പോസ്റ്റ് കോവിഡ് എക്സ്പീരിയൻസിൽ കഴിയുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ ഈ സ്ത്രീയുടെ ഒരു പശ്ചാത്തലം അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ന് ഈ പ്രകൃതി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളപ്പൊക്കം, രൂക്ഷമായ വെള്ളപ്പൊക്കം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ. ഞാനൊരു പരിസ്ഥിതി സ്നേഹിയും പരിസ്ഥിതി പഠിതാവുമായതുകൊണ്ട് ഞാൻ ആ വിഷയം സംസാരിക്കാൻ പോയാൽ ഒരുപാട് എടുക്കും. അതുകൊണ്ട് അതിനൊന്നും ഞാനിപ്പം പോകുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തങ്ങൾ അടിക്കടി നമ്മെ വേട്ടയാടുന്നു. അവിടെയും പ്രത്യാശ നഷ്ടപ്പെട്ട സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്, ഇന്ന് സാമ്പത്തികവും അല്ലാത്തതുമായ മേഖലകളിൽ പരിത്യജിക്കപ്പെട്ടവർ അനേകരുണ്ട്. ഇവരുടെ വേദന, രോഗത്തിലും വേദനയിലും വിഷമത്തിലും പരിത്യജിക്കപ്പെട്ടിരിക്കുന്നവരുടെ വേദന, ഇതൊക്കെ നാം ചിന്തിക്കണം, ധ്യാനിക്കണം. പരിശുദ്ധ പരിമല തിരുമേനി, അഭിമന്യ എപ്പിഫാനിയോസ് തിരുമേനി പറഞ്ഞതുപോലെ കേവലം ഒരു ഋഷിവര്യനും വിശുദ്ധനും മെത്രാപ്പൊലീത്തായും മാത്രമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി വേദനിക്കുന്ന, വിഷമിക്കുന്ന സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിരക്ഷാകർത്താവുമായിരുന്നു. ഒരു ക്രിസ്ത്യാനി
ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ വാട്ട് ഈസ് മൈ റോൾ? ധ്യാനിക്കാം, നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെയുള്ളവരുടെ വേദന, നിരാശയിൽ കഴിയുന്ന അനേകരുടെ വേദന ഈ സ്ത്രീയെ പോലെ ഞാനും പങ്കിടുന്നുണ്ടോ? അതോ എൻ്റെ ഉന്മാദത്തിൻ്റെ മട്ടുപ്പാവിൽ കഴിയുന്ന ഒരു വ്യക്തിയാണോ? വേദനിക്കുന്നവരുടെ വേദന പങ്കിടുന്നുണ്ടോ? ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്, സിമ്പതി, എമ്പതി. ഒരുപക്ഷെങ്കിൽ സിമ്പതി നമുക്കൊക്കെ കാണും. മറ്റുള്ളവരുടെ പ്രയാസം കാണുമ്പോൾ ഒരു അയ്യോഭാവം, വൈകാരികമായ അയ്യോഭാവം ഒരുപക്ഷെ നമ്മിൽ ഉണ്ടായേക്കാം. പക്ഷെ വൈകാരികമായ അയ്യോഭാവത്തിന് സിമ്പതിക്ക് അതീതമായ ഒരു എമ്പതി ഭാവം. മനുഷ്യാവതാരത്തിൻ്റെ അടിസ്ഥാനം തന്നെ എമ്പതിയാണ്. തൻ്റെ സൃഷ്ടിയുടെ വേദന പങ്കിടുവാനായി സ്വർഗോന്നതികളിൽ വിട്ട് ഇറങ്ങി വന്ന എമ്പതിയുടെ യേശു തമ്പുരാൻ. ഇത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആദ്യമായി ഞാൻ പറയുന്നത്. സമയം പെട്ടെന്ന് കടന്നു പോകുന്നു. 2ാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. 2ാമത്തെ ചിന്ത ഇംപോസിബിലിറ്റി വേഴ്സസ് പോസിബിലിറ്റി. മർക്കോസിന്റെ സുവിശേഷം 5:26, 29, 34 ഈ വാക്യങ്ങളിലെല്ലാം അത് കാണുവാൻ സാധിക്കും. മനുഷ്യന്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാ സാധ്യതകളുടെയും മധ്യത്തിൽ അസാധ്യതകളാണ്. നമുക്കൊരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഈ സാധ്യതകളുടെ മധ്യത്തിൽ അസാധ്യത നമ്മെ വേട്ടയാടുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്നാൽ ദൈവത്തിനോ അസാധ്യങ്ങളുടെ മധ്യത്തിൽ സാധ്യതയാണ്. അസാധ്യമെന്ന് ചിന്തിക്കുന്നിടത്ത് സാധ്യത കൈവരിക്കുവാൻ ദൈവത്തിനു സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾ രോഗം സൗഖ്യമാക്കപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ തന്നെ മർക്കോസ് എവൻഗേലിയോസ്ത അതിനെക്കുറിച്ച് റിപ്പോർട്ട് പറയുന്നുണ്ട്. അന്നത്തെ കാലത്തെ പ്രഗത്ഭരായിരുന്ന ഭിഷഗ്വന്മാരുടെ അടുത്തും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ പോയി ഒരുപാട് കാശ് വ്യയം ചെയ്ത് അവൾ ട്രീറ്റ്മെൻ്റ് എടുത്തതാണ്. എന്നാൽ രോഗത്തെ ആത്യന്തികമായി സൗഖ്യമാക്കുവാൻ ആർക്കും സാധിച്ചില്ല. സാധ്യതകളുടെ നടുവിൽ ഇതാ അസാധ്യത. അവൾ ട്രീറ്റ്മെൻ്റ് എടുത്തു, സാധ്യതയുണ്ട് രോഗം സൗഖ്യമാകുവാൻ. എന്നാൽ സാധ്യതകളുടെ മധ്യത്തിൽ ആർക്കും പരിപൂർണമായി സൗഖ്യമാക്കുവാൻ സാധിക്കാത്ത അസാധ്യതയാണ്. അവൾക്ക് പ്രതീക്ഷയില്ല, ഇനി എവിടെ പോയാലും തൻ്റെ രോഗം സൗഖ്യമാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാം. ഞാനൊന്നും അതിന് സമയം ഇപ്പം എടുക്കുന്നില്ല. നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ട്, അസാധ്യമെന്നു ഞാൻ കരുതിയതാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് പാടും. പക്ഷെ നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട്? അസാധ്യതകളുടെ നടുവിൽ സാധ്യത വരുത്തി വെക്കുവാൻ കഴിവുള്ള മശിഹായുടെ അടുത്ത് നമുക്ക് പോകാം. ഈ സ്ത്രീ അന്ന് യേശുവിനെ വലിയ ഒരു മതനേതാവായി, സൗഖ്യദായകനായി സമൂഹം അംഗീകരിച്ചിരുന്നില്ല അന്ന് യേശുവിനെ. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അസാധ്യങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് സാധ്യതയുടെ വാതായനം തുറക്കുവാൻ തക്കവണ്ണം കടന്നു ചെല്ലുന്ന സ്ത്രീ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിരാശപ്പെടേണ്ട.
ജീവിതത്തിൽ രോഗമാവട്ടെ, തകർച്ചാനുഭവങ്ങളാവട്ടെ, വീഴ്ചകളാവട്ടെ, എന്തുമാവട്ടെ, അസാധ്യമെന്ന് നാം ഗണിക്കുന്ന ഏതിനെയും സൗഖ്യമാക്കി തീർക്കുവാൻ, സാധ്യതകളാക്കി തീർക്കുവാൻ കെൽപ്പുള്ള ഒരേശു തമ്പുരാൻ നമുക്കുണ്ട്. നമ്മുടെ പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണല്ലോ നമ്മുടെ വലിയ ശക്തി എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് സഭയുടെ, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ മർമ്മപ്രധാനമായ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ യേശു. നമ്മൾ പാട്ടൊക്കെ പാടും, ഞാൻ പാട്ടൊന്നും പാടുന്നില്ല ഇപ്പം സമയമില്ലാത്തതുകൊണ്ട്. എൻ്റെ യേശു എനിക്ക് നല്ലവൻ. ആ യേശുവിൻ്റെ അടുത്തേക്ക് ഏതസാധ്യമാണെങ്കിലും എൻ്റെ കർത്താവിന് നിഷ്പ്രയാസമായി സാധ്യതയാക്കാം. 5 അപ്പം 5000 അതിലധികവും പേർക്ക് മരുഭൂമിയിൽ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ക്ഷാമകാലത്ത് സമൃദ്ധിയുണ്ടാക്കുവാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ഏത് രോഗത്തെയും ഒരു നിമിഷം കൊണ്ട് മാറ്റുവാൻ എൻ്റെ കർത്താവിന് സാധിക്കും. എൻ്റെ ശത്രുക്കളെ എൻ്റെ മിത്രങ്ങളാക്കുവാൻ എൻ്റെ കർത്താവിന് ഒരു നിമിഷം കൊണ്ട് സാധിക്കും. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് ചെല്ലാം. മാത്രവുമല്ല, നമുക്കൊരുപാട് ധൈര്യം പകർന്നുകൊണ്ട് ദൈവമാതാവ്, ശ്ലീഹന്മാർ, സഹോദരന്മാർ, വിശുദ്ധന്മാർ, പരിമല തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുണ്ട്. എന്തിനാ നമ്മൾ അധൈര്യപ്പെടുന്നത്? ധൈര്യത്തോടെ കൃപാസനത്തിന് മുൻപാകെ അടുത്തു ചെല്ലാം. ഇതാണ് രണ്ടാമത്തെ സന്ദേശമായി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ, ഞാൻ പറഞ്ഞല്ലോ സമയം വളരെ പോകുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുക. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ദ ഹോളിസ്റ്റിക് ഹീലിംഗ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹോളിസ്റ്റിക്. ഹോസ്പിറ്റൽ തരുന്ന സൗഖ്യം, ലോകം തരുന്ന ആശ്വാസം, ഡോക്ടേഴ്സ് നമുക്ക് തരുന്ന സൗഖ്യം ഒരുപക്ഷെ താൽക്കാലികമാണ്, ഭാഗികമാണ്. പൂർണ്ണമായി ഏത് രോഗത്തെയും പിടിച്ചുകെട്ടുവാൻ ലോകത്തിൽ ഒരു ഡോക്ടർക്കും സാധ്യമല്ല, ഒരു ഹോസ്പിറ്റലിനും സാധ്യമല്ല. ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഒന്നിനും ചെയ്യുവാൻ സാധ്യമല്ല. താൽക്കാലികമായി ഒരളവിലൊക്കെ അവർക്ക് സൗഖ്യവും സമാശ്വാസവും തരുവാൻ സാധിക്കും. എന്നാൽ എൻ്റെ കർത്താവ്, സ്വർഗീയ സൗഖ്യദായകനായ എൻ്റെ കർത്താവ്, സകലത്തെയും സമാശ്വസിപ്പിക്കുവാൻ കെൽപ്പുള്ള എൻ്റെ കർത്താവ്, അവൻ തരുന്ന സൗഖ്യം, അവൻ തരുന്ന സമാശ്വാസം ഹോളിസ്റ്റിക്കാണ്, സമ്പൂർണമാണ്. ഹോളിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾ എംബ്രൈസിങ്, ടോട്ടാലിറ്റി എന്നുള്ളതാണ്. ശരീര മനസ്സുകളെയും ആത്മാവിനെയും, ആത്മശരീര മനസ്സുകളെ ഒരുപോലെ സൗഖ്യമാക്കുവാൻ, ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ മാത്രമല്ല, ആത്മാവിനെയും സൗഖ്യമാക്കുവാൻ, ആത്മശരീര മനസ്സുകളെ സൗഖ്യമാക്കുവാൻ കെൽപ്പുള്ള നമ്മുടെ കർത്താവ്. ഇവിടെ നോക്കുക, ഈ സ്ത്രീ ശരീരം മുറിക്കപ്പെട്ടതായിരുന്നു രോഗം മൂലം. അവിടെ ശരീരത്തിന് സൗഖ്യം കൊടുത്തു, അവിടെ മനസ്സിന് സൗഖ്യം കൊടുത്തു. പ്രത്യാശയും പ്രതീക്ഷയും നൽകപ്പെട്ട സ്ത്രീക്ക് ഒരു നവീന ഉന്മേഷമാണ് കർത്താവ് കൊടുത്തത്. മനസ്സിന് സൗഖ്യം. അവിടെ ആത്മാവിനെയും മകളെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഒരാത്മീക നിലവാരത്തിലേക്ക് അവൾ ഉയർത്തപ്പെടുകയായി. അതുകൊണ്ട് ആത്മശരീര മനസ്സുകൾക്ക്
സൗഖ്യം നൽകുന്ന യേശു. ഇത് നമ്മുടെ ധ്യാന വിഷയമായിരിക്കണം. ഞാൻ വാക്കുകളെ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. കുറിക്കുന്നവർക്ക് കുറിക്കുവാനായിട്ട് ഞാനിത് ഒന്നൊന്നായിട്ട് പറയുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഇത് ധ്യാനിക്കണം. അല്ലാതെ ഈ ചുരുങ്ങിയ സമയത്തിനകം തിരുമേനിക്ക് ഇതെല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. സൗഖ്യദായകനായ ആത്മശരീര മനസ്സുകൾക്ക് ഒരുപോലെ സമഗ്രമായി സൗഖ്യം നൽകുന്ന യേശുവിനെ ധ്യാനിക്കണം. നമുക്കൊക്കെ ആശ്വാസം കിട്ടും കേട്ടോ. നാലാമത്തെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നു. ടച്ചിങ് ജീസസ് വിത്ത് പെർഫെക്റ്റ് ഫെയ്ത്ത്. വിശ്വാസത്തോടെ യേശുവിനെ സ്പർശിക്കുന്ന സ്ത്രീ. വിശ്വാസത്തോടെ യേശുവിനെ സ്പർശിക്കുന്ന സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ അവൾ എവിടെ നിന്നൊക്കെ അറിഞ്ഞു യേശു സൗഖ്യദായകനാണ്, അവൻ സ്വർഗീയ വൈദ്യനാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ കേട്ടറിഞ്ഞു. കേട്ടറിവ് വിശ്വാസമായി മാറുകയാണ്. കേട്ടറിവ് ആഴമായ വിശ്വാസമായി ഉറപ്പായി മാറുകയാണ്. ആ വിശ്വാസവും ഉറപ്പും ബോധ്യമായി രൂപപ്പെടുകയാണ്. ബോധ്യം അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. You see, a series of phenomena are involved there. കേട്ടറിവ് വിശ്വാസത്തിലേക്കും, വിശ്വാസം ബോധ്യങ്ങളിലേക്കും, ബോധ്യം അനുഭവങ്ങളിലേക്കും നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഭക്തി അനുഭവമായി മാറുന്നില്ല. അറിയാ, കുഴപ്പം വരും. വിശ്വാസം ആഴത്തിലുള്ളതല്ല. നമുക്കൊരു വിശ്വാസമുണ്ട്, ദൈവം പരിരക്ഷകനാണ്. ഞാൻ കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ബിക്കോസ് മൈ ലോർഡ് ഈസ് വിത്ത് മീ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇത് വിശ്വാസം നമുക്കുണ്ടെങ്കിലും പലപ്പോഴും രോഗാതുരതയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിലും നാം പതറിപ്പോവുക. എന്നെക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഞാനൊരു മെത്രാപ്പോലീത്തയാണ്. എങ്കിലും ചില രോഗങ്ങളും രോഗാതുരതയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ചഞ്ചലപ്പെടുന്ന, പതറിപ്പോകുന്ന അനുഭവം ഒരുപക്ഷെ എന്നിലും നിങ്ങളിലുമുണ്ട്. വിശ്വാസത്തോടെ യേശുവിനെ തൊടുന്ന സ്ത്രീ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ആഴമായ വിശ്വാസത്തോടെ, കോൺഫിഡൻസോടെ, ഈ ആഴത്തിലുള്ള വിശ്വാസമാണ് കോൺഫിഡൻസിലേക്ക് നയിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, അയാളിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണും. എൻ്റെ ഭർത്താവ് എവിടെ പോയാലും അയാള് എന്നെ തള്ളിക്കളയത്തില്ല, എന്നെ മറന്നൊന്നും പ്രവർത്തിക്കത്തില്ല. ദിസ് ഈസ് ദ കോൺഫിഡൻസ്, ഉറപ്പ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത്, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. നീ ഏത് ജീവിതാനുഭവത്തിലാവട്ടെ, ആ ജീവിതാനുഭവത്തിൻ്റെ മധ്യത്തിൽ ഉറപ്പും ധൈര്യവുമുള്ളവനായി കഴിയുന്നെങ്കിൽ വിശ്വാസത്തോടെ യേശുവിനെ സ്പർശിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 119-ാം പെരുന്നാള് വിശ്വാസത്തോടെ എൻ്റെ കർത്താവിനെ തൊടുവാൻ വലിയൊരു അനുഭവമായി, ഉത്തേജനമായി നമുക്ക് തീരണം. അല്ല, ഇവിടെ വന്നു, ആളുകളെ കണ്ടു, കബറിങ്ക വന്ന് കുറച്ച് നേർച്ചയും ഇട്ടു, പേരും എഴുതി കൊടുത്തു പോയി. ഈ കോൺഫിഡൻസ് പരിമല തിരുമേനിയെ പോലെ വളർത്തുവാൻ നമുക്ക് സാധിക്കും. വിശ്വാസത്തോടെ തൊടുന്നവർക്ക് മാത്രമേ മക്കളെ സൗഖ്യം കിട്ടത്തുള്ളൂ.
അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, വിശ്വാസത്തോടെ ഈ ചെടി വേരോടെ പിഴുത് സമുദ്രത്തിൽ നടപ്പെടുക എന്ന് പറഞ്ഞാൽ നടപ്പെടും. വിശ്വാസം. സാധു കൊച്ചുഞ്ഞുപദേശിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സാധു കൊച്ചുഞ്ഞുപദേശി തിരുനെൽവേലി തമിഴ്നാട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പാടത്തൂടെ നടന്നു പോവുകയാണ്. ഒരു വലിയ പോത്ത് അതിൻ്റെ കയറും പൊട്ടിച്ച് ഓടി വരികയാണ്. കാരണം ആരെയും ആക്രമിക്കുന്ന പോത്താണ്, ഭയാനകനാണ്. ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പം ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് കൊച്ചുഞ്ഞുപദേശിയോട്, ഓടിക്കോ, പോത്ത് വരുന്നു എന്ന് പറയും. അദ്ദേഹം ധൈര്യത്തോടെ മുന്നോട്ട് പോയി. പോത്ത് അടുത്തു വന്നപ്പോൾ കൊച്ചുഞ്ഞുപദേശിയുടെ ജീവിതാനുഭവത്തിൽ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, പോത്തെ നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. പോത്ത് അവിടെ നിന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ വിശ്വാസം സൗഖ്യത്തിലേക്ക് നയിക്കും. ഈ വിശ്വാസം ആശ്വാസത്തിലേക്ക് നയിക്കും. ആ സ്ത്രീ വിശ്വാസത്തോടെ ടച്ച് ചെയ്തു, യേശുവിനെ സ്പർശിച്ചു. നമുക്കും നമ്മുടെ കർത്താവിനെ വിശ്വാസത്തോടെ സ്പർശിക്കാം. 5ാമത്തെ ആശയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അവൾ യേശുവിനെ സ്പർശിച്ചത്, she came behind and touched Jesus. She came behind. യേശുവിൻ്റെ പുറകിലൂടെയാണ് അവൾ വന്ന് യേശുവിനെ ടച്ച് ചെയ്തത്. കാരണം നമുക്കൊക്കെ അറിയാം. ഇതെന്താ കാണിക്കുന്നത്? 2 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന്, അവൾ അശുദ്ധയാണ്, സമൂഹ മധ്യത്തിൽ വരുവാൻ അർഹതയില്ലാത്ത സ്ത്രീയാണ്. So alienation from the society, from the mainstream. അവൾ തിരസ്കൃതയാണ്. സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വരുവാൻ അവൾക്ക് യോഗ്യതയില്ല. ഇത് ഒരു കാരണമാണ്. 2ാമത്തെ കാരണം, യേശുവിനെ ധൈര്യമായി മുന്നിലൂടെ വന്ന് തൊടുവാൻ ധൈര്യമില്ല. She was fully filled with distress, fear and trembling. വിറച്ച് പേടിച്ച് ദുഃഖത്തിൽ നിമഗ്നയായി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പാത്ത് യേശുവിൻ്റെ പുറകിലൂടെ വന്ന് തൊട്ട്. She came behind and touched Jesus. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ആരും സൗഖ്യമോ ആശ്വാസമില്ലാതെ പോയിട്ടില്ല. നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ എങ്ങും യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സൗഖ്യവും ആശ്വാസവും ലഭിക്കാതെ പോയവരായിട്ട് ആരെങ്കിലും വേദപുസ്തകത്തിലുണ്ടോ? Nobody in the Bible but 2 people. 2 പേരൊഴിച്ച് ആരും നിരാശരായി പോയിട്ടില്ല. 2 പേരും നിരാശരായി പോയി. ആരൊക്കെയാ? യൂദാ ഇസ്കരിയോത്താവ്. യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം വളരെ ക്ലോസ് ആയിട്ട്, ഇൻറ്റിമേറ്റ് ആയിട്ട് യേശുവിനോടൊപ്പം നടന്ന യൂദാ ഇസ്കരിയോത്ത ദുഃഖിതനായി, നിരാശനായി കെട്ടിഞ്ഞാന്ന് ചത്തു. കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. യൂദാ ഇസ്കരിയോത്ത നിരാശനായി യേശുവിനോട് കൂടെ നടന്നിട്ട് പോയി. ദിസ് ഈസ് 1 person. ദ സെക്കൻഡ് പേഴ്സൺ ഈസ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇടതു ഭാഗത്തെ കള്ളൻ. അവൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. യേശുവിൻ്റെ അടുത്ത് കുറച്ച് മണിക്കൂറായിരുന്നു. പക്ഷെ വലതുഭാഗത്തെ കള്ളൻ രക്ഷിക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും ഇപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ 2 വ്യക്തികൾ ഒഴിച്ച് ആരും തന്നെ യേശുവിനെ സമീപിച്ചിട്ട് സൗഖ്യവും ആശ്വാസവും രക്ഷയും പ്രാപിക്കാതെ ആരും തന്നെ പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്തയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യവും പ്രത്യാശയും നൽകുന്നത്. Whatever may be our life condition,
നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്തുമാവട്ടെ, ഒരുപക്ഷെ നീ മാറാരോഗിയായിരിക്കാം, ഒരുപക്ഷെ നീ സമൂഹത്തിൽ തിരസ്കൃതനാവാം, ഒരുപക്ഷെ നീ മഹാപാപങ്ങൾ ചെയ്ത, കൊടിയ പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാവാം. ഏത് ജീവിത സാഹചര്യത്തിലും പെട്ട ഒരു വ്യക്തിയാവട്ടെ നീ, പക്ഷേ വിശ്വാസത്തോടെ യേശുവിനെ നീ സമീപിച്ചാൽ സൗഖ്യവും ആശ്വാസവും മക്കളെ ഉറപ്പാണ്. ഞാനതും അവിടെ നിർത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കുക. ആറാമത്തെ ആശയം, ഈ സ്ത്രീ കർത്താവിൽ നിന്നും ശക്തി ആഗിരണം ചെയ്യുകയാണ്. ഇംബൈബിങ് ആൻഡ് റിസീവിങ് ദ ഹോളി ക്യൂറിംഗ് പവർ. സയൻസിൽ പറയുന്നുണ്ട്, ഞാനും സയൻസ് പശ്ചാത്തലത്തിലുള്ള ഒരാളാണ്. ഗാമ റേസ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നമ്മുടെ ദേഹത്തൊക്കെ ഗാമ റേസ് ഉണ്ടെങ്കിലും ആധ്യാത്മികമായി വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ ദേഹത്ത് നിന്ന് നല്ലപോലെ ഗാമ റേസ് റേഡിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സന്യാസികൾ, വിശുദ്ധന്മാർ അവർ ഒരാളുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ ഈ ഗാമ റേസ് അവരിലേക്ക് പ്രസരിക്കപ്പെടും. ഈ ഗാമ റേസിന് ക്യൂറിങ് എഫക്റ്റ് ഉണ്ട്. ഇത് ഞാൻ സയൻസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യേശുവിനെ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ യേശുവിൽ നിന്നും she extracted the real divine holy curing power. നോക്കിയേ, എന്തൊരു ശാസ്ത്രമാണ്. യേശുവിൽ നിന്ന് പവർ കിട്ടി. ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടതാര്? നിന്നെ ആളുകൾ തിക്കി തിരക്കിയിട്ട് ആരാ തൊട്ടതെന്ന് ചോദിക്കുക, മൗഢ്യമല്ലേ? കർത്താവ് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്, നോ, വൺ പേഴ്സൺ റിസീവ്ഡ് സ്പെസിഫിക്കലി മൈ പവർ. ഒരു വ്യക്തി പ്രത്യേകമായി എന്നിൽ നിന്ന് ശക്തി എക്സ്ട്രാക്ട് ചെയ്തു. മക്കളെ, ഇന്ന് ഈ ദൈവത്തിൽ നിന്ന് ശക്തി എക്സ്ട്രാക്ട് ചെയ്യുന്ന വിശുദ്ധന്മാർ എത്ര പേരുണ്ട്? പരിശുദ്ധനായ പരിമല തിരുമേനി ദൈവത്തിൽ നിന്ന് ശക്തി എക്സ്ട്രാക്ട് ചെയ്ത വിശുദ്ധനാണ്. പരിമല തിരുമേനിയുടെ കഴിവല്ല അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം മൂലം നമുക്ക് സൗഖ്യം കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ മരണശേഷവും ഇന്നും ദൈവസന്നിധിയിലിരുന്ന് he is extracting the divine power, radiating power. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ആശയമാണ്. പ്രത്യേകിച്ച് ഞാനൊരു സയൻസ് അധ്യാപകനായതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ആശയമാണ്. ഞാൻ അതിനൊന്നും ഒരുപ്പെടുന്നില്ല. എക്സ്ട്രാക്ടിങ് ദ ഡിവൈൻ പവർ, റേഡിയേറ്റിംഗ് എനർജി. ആരാധനയിലൂടെയാണ് ഈ റേഡിയേറ്റിംഗ് എനർജി കിട്ടുന്നത്. ഇന്ന് വൈകാരികമായ ആരാധന, ഇമോഷണൽ, അടിച്ച് തല്ലി ബഹളമുണ്ടാക്കിയുള്ള ഇമോഷണൽ. നോ, ദിസ് ഈസ് നോട്ട് ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ്. രണ്ട് വയറിൻ്റെ ആത്മീയത, നേട്ടങ്ങൾക്ക് വേണ്ടി, എൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന എ ബെല്ലി സ്പിരിച്വാലിറ്റി. നോ, ബട്ട് റിയൽ സ്പിരിച്വാലിറ്റി ഈസ് ഭക്തിയുടെ ആരാധന, ഭക്തി അനുഭവമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ദൈവത്തിൽ നിന്ന് ശക്തി എക്സ്ട്രാക്ട് ചെയ്താണ് നമുക്ക് തരുന്നത് കേട്ടോ. അല്ല, പരിമല തിരുമേനിയുടെ ശക്തിയൊന്നുമല്ല. ഈസ് ഓൾസോ എ ഹ്യൂമൻ ബീയിങ് ലൈക്ക് us. നമ്മെപ്പോലെ സാധാരണ മനുഷ്യനായി അമ്മയിൽ നിന്ന് പ്രസവിച്ച, അമ്മ വളർത്തി ഒക്കെ വന്ന സാധാരണ മനുഷ്യനാണ്. ബട്ട് ദൈവത്തിൽ നിന്ന് ശക്തി എക്സ്ട്രാക്ട് ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹം വിശുദ്ധിയിൽ ഉയർന്നു. എക്സ്ട്രാക്ടിങ് പവർ ആൻഡ് ഗീവിങ് അവേഴ്സ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സ്ത്രീ യേശുവിൽ നിന്ന് ശക്തി എക്സ്ട്രാക്ട് ചെയ്തു, ആഗിരണം ചെയ്തു. ആരാധനയിലൂടെ പരിമല തിരുമേനിയെ പോലെ യേശുവിൽ നിന്ന് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ ശക്തി ആർജിക്കുക. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ശക്തി എന്തുമായിരുന്നു? ഭൗതിക ശക്തിയായിരുന്നു.
പരുല തിരുമേനി നോയമ്പും നോറ്റ് എല്ലുപോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്തോ ശക്തിയായിരുന്നു. But the spiritual caliber, the spiritual power, ആത്മീക ശക്തി, ആ ശക്തിയാണ് കാമ്യമായിട്ടുള്ളത്, കാതലായിട്ടുള്ളത്, ആത്യന്തികമായിട്ടുള്ളത്. ഇത് ആർജിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് the media for extracting energy is prayer, Lent and all other sacramental life. ഇതാണ് ശക്തി ആർജിക്കുന്നത്. ഇതാ നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ. ഇതാണ് ഏഴാമത്തെ ആശയം. ഞാൻ പെട്ടെന്ന് ഇനി പറഞ്ഞു നിർത്താം, ഒരു 5 മിനിറ്റ് കൂടെ എടുത്ത് പെട്ടെന്ന് നിർത്തുകയാണ്. ഏഴാമത്തെ ആശയം, the Christian duty of witnessing Jesus. അവൾക്ക് സൗഖ്യം കിട്ടി, അവൾ സന്തോഷവതിയായി, ഇനിയും തിരിച്ചു പോകാന്നുള്ളതല്ല. The remaining life of her, she is submitting for the witnessing Christ. യേശുവിനെ സാക്ഷിക്കുവാൻ അവളുടെ ശിഷ്കാല ജീവിതം സമർപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ സമർപ്പിക്കുന്നത്. ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ശേഷിച്ച അവളുടെ ആയുസിൻ്റെ ജീവിതം, abiding in the love of Jesus. Secondly, witnessing Jesus in every walk of life. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിൻ്റെ മഹത്വം സാക്ഷിക്കുക. ഈ 2 ഡ്യൂട്ടിയാണ് അവൾക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. യേശുവിൽ നിന്ന് കരുണ പ്രാപിച്ച അനേകർ ഇരിപ്പുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ മെത്രാച്ചനാണ്. നോർത്ത് ഇന്ത്യ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഇടവുകളിലൊക്കെ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒന്നുമില്ലാതെ വടക്കേ ഇന്ത്യയിൽ വന്ന് ജോലിയൊക്കെ ചെയ്ത്, പേർഷ്യയിലും ഞാൻ കുവൈറ്റും എൻ്റെ കീഴിലാണല്ലോ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതെ കേരളത്തിൽ നിന്ന് പോയി വലിയ ധനാഢ്യരും വലിയ പൊസിഷനിലായ ആളുകളെ കാണും. അവരോട് ഞാൻ പറയാറുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ സമുന്നതമായ നിലയിലേക്ക് ദൈവം ഉയർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾക്കൊരു ഡ്യൂട്ടിയുണ്ട്, റെസ്പോൺസ് ആക്ടിവിസം. യേശുവിൽ അബൈഡ് ചെയ്യുവാനും, യേശുവിൽ നിവസിക്കുവാനും, യേശുവിന് സാക്ഷികളാകുവാനും, യേശുവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്ലീസ് തിങ്ക്, പ്ലീസ് മെഡിറ്റേറ്റ്. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമുക്കും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. എൻ്റെ കർത്താവേ, പ്ലീസ് ടേൺ ബാക്ക് ഇൻ യുവർ ലൈഫ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയ ഒരുപാട് ദൈവകൃപയുടെ നീർച്ചാലുകൾ കിട്ടിയ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണും. ഇവിടെ ഈ കൃപയുടെ നീർച്ചാൽ കിട്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആക്ടിവിസം എന്താണ്? പ്ലീസ് തിങ്ക്, പ്ലീസ് മെഡിറ്റേറ്റ്. ഞാൻ 8, 9 കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. 8ാമത്തെ ആശയം, കർത്താവ് ലാസ്റ്റ് കൺക്ലൂഡിങ് അവളോട് പറയുകയാണ്, ഗോ ഇൻ പീസ്, ഗോ ഇൻ പീസ്. മകളെ, നീ സമാധാനത്തോടെ പോവുക. 2 ആശയങ്ങൾ ചേർത്ത് പറയട്ടെ. യേശു എപ്പോഴും നമ്മളോട് പറയുന്നത് ഇതാണ്, സമാധാനത്തോടെ പോവുക. നീ രോഗാതുരയായി വേദനപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു പറയുന്ന ഇതാണ്, ആണിപ്പാടുള്ള കൈകൾ കാണിച്ചുകൊണ്ട് നിന്നോട് പറയുന്ന വാക്കിതാ, മകളെ, മകനെ, ആശ്വാസത്തോടെ പോവുക. ഐ ആം വിത്ത് ദീ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശുവിൽ നീ വാക്ക് കേൾക്കുവാൻ നമുക്കും സാധിക്കണം. 2ാമത്, ഇറ്റ് ഷോസ് ദ ക്രിസ്ത്യൻ സോളിഡാരിറ്റി. സോളിഡാരിറ്റി എന്ന പദത്തിൻ്റെ മലയാളം വാക്ക് ഐക്യദാർഢ്യമെന്നാണ്. പാവപ്പെട്ടവനോട്, പുറത്താക്കപ്പെട്ടവനോട്, വേദനിക്കുന്നവരോടുള്ള ഒരു ക്രൈസ്തവ ഐക്യദാർഢ്യമുണ്ട്. ഇതാണ് ഗോ ഇൻ പീസ് എന്നതിൻ്റെ അർത്ഥം. മറ്റുള്ളവരോട് വേദനയിൽ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ സോളിഡാരിറ്റിയുടെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ട് യേശുവിനെ പോലെ അവരോട് നമുക്ക് പറയാൻ കഴിയണം, മകനെ, മകളെ, സഹോദര, സഹോദരി,
സമാധാനത്തോടെ ആയിരിക്കുക, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിന്നെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് പറയുവാനുള്ള ഈ സോളിഡാരിറ്റിയുടെ ഗോ ഇൻ പീസിൻ്റെ സന്ദേശം പൂർണ്ണമായി നമുക്കും ഉൾക്കൊള്ളാം. ലാസ്റ്റ് 9ാമത്തെ ഒരു ആശയം കൂടെ പറഞ്ഞ് ഞാൻ വിരാമം ഇടുകയാണ്. ഗെയിനിങ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് ഇൻ ജീസസ്. നിങ്ങളൊന്ന് നോക്കിയേ, ആ സംഭവത്തിലേക്കൊന്ന് നോക്കിയേ. മർക്കോസ് എവൻഗേലിയോസ്ത ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്നത് an uncertain woman, ഏതോ ഒരു സ്ത്രീ, she does not have an identity. സമൂഹത്തിൽ അവർക്ക് ഐഡന്റിറ്റി ഇല്ല, പേരില്ല, അഡ്രസ് ഇല്ല. അതുകൊണ്ടാണല്ലോ മർക്കോസ് അതിൻ്റെ റിപ്പോർട്ട് തരുമ്പോൾ പറയുന്നത് എന്താ, സം വിമൻ വിത്ത് ഹെമറിക്, രക്തസ്രാവമുള്ള ഏതോ ഒരു സ്ത്രീ, an uncertain woman. സി, അഡ്രസ് ഇല്ലാതിരുന്ന, പേരില്ലാതിരുന്ന, ഐഡന്റിറ്റി ഇല്ലാതിരുന്ന ഈ സ്ത്രീയെ മർക്കോസ് എവൻഗേലിയോസ് ലാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ 34ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കിയേ, മകളെ, a woman without identity and address now becomes daughter in God. ക്രിസ്തുവിൻ്റെ മകളായി അവൾ പരിണാമം പ്രാപിക്കുകയാണ്, രൂപാന്തരം പ്രാപിക്കുകയാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവൾ ഏതോ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയാണ്. ഷീ ഡസ് നോട്ട് ഹാവ് ആൻ ഐഡന്റിറ്റി അറ്റ് ഓൾ. പേരറിയാമെങ്കിൽ ആയിരുന്നെങ്കിൽ മർക്കോസ് എഴുതി വെച്ചേനെ ഇന്ന പേരുള്ള സ്ത്രീ എന്ന്. ഒരു പേരും എഴുതി വെച്ചിട്ടില്ല, എവിടുത്തെ കാര്യാന്ന് പോലും എഴുതി വെച്ചിട്ടില്ല. ഷീ ഡസ് നോട്ട് ഹാവ് എനി ഐഡന്റിറ്റി അറ്റ് ഓൾ, ഡസ് നോട്ട് ഹാവ് ആൻ അഡ്രസ്. ബട്ട് ക്രിസ്തുവിൽ അവൾക്ക് അഡ്രസ്സ് വന്നു ചേരുകയാണ്. എന്താ അഡ്രസ്സ്? ഡിയർലി ബിലവഡ് ഡോട്ടർ. കർത്താവിൽ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറയത്തില്ലയോ? എൻ്റെ പ്രിയപ്പെട്ട മകളെ, യേശുവിൽ ആ വാക്ക് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നിർത്തട്ടെ. നീ അപരിത്യാജിയോ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നീ തെറ്റുകാരിയോ കുറ്റക്കാരിയോ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നീ കൊള്ളരുതാത്തവനോ ഭോഷനോ ആകാം, പൊക്കോട്ടെ. ലോകം നിനക്കൊരു ഐഡന്റിറ്റി തരത്തില്ല. ലോകം നിനക്ക് പേരും പെരുമയും അഡ്രസ്സും ഒന്നും തരത്തില്ല. പ്രിയ മകനെ, മകളെ, ക്രിസ്തുവിൽ നിനക്ക് ഐഡന്റിറ്റി ഉണ്ട്, ക്രിസ്തുവിൽ നിനക്ക് അഡ്രസ്സുണ്ട്. ഡിയർലി ബിലവഡ് ഡോട്ടർ, ഡിയർലി ബിലവഡ് സൺ. പ്രിയ മകനെ, പ്രിയ മകളെ, ഇതെൻ്റെ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ വേറെ ഒരു കാര്യം കൂടെ നാം ചിന്തിക്കണം. ഐഡന്റിറ്റി ഇല്ലാത്തവരോട് താതാത്മ്യപ്പെടുവാൻ, അവരെ മക്കളായി സഹോദരങ്ങളായി ദത്തെടുക്കുവാൻ നമുക്കും കഴിയണം. ഞാൻ വാക്കുകളെ നിർത്തും. ചില ചിതറിയ ധ്യാനചിന്തകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, വിശദീകരിക്കാൻ സമയമില്ല. ഐ കം ടു ദ കൺക്ലൂഡിങ് വേർഡ്സ്. 2 കൺക്ലൂഡിങ് മെസ്സേജ് തിരുമേനി പറയുക. വാക്കുകളിൽ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇൻ ടെലഗ്രാഫിക് വേർഡ്സ്. The adopting, accepting love of our Lord Jesus Christ against all kinds of discrimination, stigmatization. ലോകത്തിൻ്റെ എല്ലാ ഡിസ്ക്രിമിനേഷനും സ്റ്റിഗ്മറ്റൈസേഷനും എതിരെ കർത്താവിൻ്റെ അഡോപ്റ്റിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ് ലവ്, ഇത് ഒരു ദൈവ പൈതലിന് ബോധ്യമുണ്ടാവണം. ഇതാണ് തിരുമേനിക്ക് പറയുവാനുള്ള ലാസ്റ്റ് കൺക്ലൂഡിങ് സന്ദേശം. എനിക്കിതൊരു ബോധ്യം വരണം. ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും ദി അഡോപ്റ്റിംഗ്, അക്സെപ്റ്റിംഗ് ലവ് ഓഫ് മൈ ലോർഡ്. 2ാമത്തെ കൺക്ലൂഡിങ് സന്ദേശം. ദൈവവും സൃഷ്ടിക്രമങ്ങളും നിന്റെ സമസൃഷ്ടങ്ങളുമായി ഒരു ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുക. Tune a proper divine relationship with your God, with your fellow beings, with the all created orders in nature.
ഇത് മൂന്നും ഹനിക്കപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് അസമാധാനം, അടിയുണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദൈവബന്ധങ്ങൾ, സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതിയിലെ എല്ലാ സൃഷ്ടിക്രമങ്ങളുമായുള്ള ബന്ധങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ, ഹനിക്കപ്പെടുമ്പോൾ, ഡീഗ്രേഡ് ചെയ്യുമ്പോഴാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാഹോദര്യമായ പ്രശ്നങ്ങൾ, ദൈവികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്ലീസ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് കൺക്ലൂഡിങ് മെസ്സേജ്. Tune a proper relationship with your God, with your fellow beings and the all created orders in nature. Maximize your relation with God. Minimize your relation with evil. Optimize your relation with the fellow beings. May God bless you all. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ശിരസ് നമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് പര്യവസാനിപ്പിക്കാം. ദൈവമേ, അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ പിതാവായ പരിശുദ്ധനായ പരുല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിലേക്ക് ഒരുക്കുവാനുള്ള ഈ ധ്യാനം നിന്റെ സ്നേഹത്തെ ബോധ്യമാകുവാനും നിന്റെ ക്യൂറിങ്, ഹീലിംഗ് പൊട്ടൻസ് ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുവാനും ദൈവികമായ ബന്ധത്തിൽ ദൈവത്തോടും മനുഷ്യനോടും സമസൃഷ്ടങ്ങളോടും ബന്ധപ്പെട്ട് ജീവിപ്പാനും ദൈവം നമുക്കിടയാക്കട്ടെ. ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ജീവനും വിശുദ്ധിയുള്ള നിന്റെ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.